ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ രമേശൻ നായർ വീണ്ടും ഗ്രേസമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് രേവതിക്കുട്ടി അന്വേഷിച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ ഗ്രേസമ്മ രേവതിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഉമ്മറത്തേക്ക് വരണ്ട, ഹോളിലേക്ക് വരണ്ട, നീ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി, അയാൾ എങ്ങനത്തെ ആളാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നീ ഇപ്പം എന്തായാലും അങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ അടുക്കളയിലേക്ക് പോയിക്കോളാൻ പറയുന്നുണ്ട്. എന്തായാലും ഗ്രേസമ്മ പോയിട്ട് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. രമേശൻ നായർ ഉള്ളിൽ വന്ന് ഇരിക്കുന്നുണ്ട്. രമേശൻ നായർ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അയൽക്കൂട്ടത്തിൽ പോയിട്ടാണ് വരണത്, നിങ്ങൾ അല്ല എന്നോട് പറഞ്ഞു ഇവിടെ 36 വയസ്സായ പെൺകുട്ടിയാണെന്ന്, അവർ പറഞ്ഞു ഇവിടെ ഉള്ളത് 18 വയസ്സായുള്ള പെൺകുട്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഗ്രേസിയമ്മയുടെ കള്ളത്തരൊക്കെ പൊളിഞ്ഞപ്പോൾ ഗ്രേസിയമ്മ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രമേശൻ നായർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാണ് കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രമേശൻ നായർ കാണുന്നുണ്ട് രേവതിക്കുട്ടിയാണ്. എന്തായാലും എന്നിട്ട് രേവതിക്കുട്ടിയുടെ അകത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് രമേശൻ നായർ നമ്മുടെ മാമച്ചനോടും ഗ്രേസിയമ്മോടും പറയുന്നുണ്ട്, എൻ്റെ മകൻ തീരെ വയ്യാതെ കിടക്കുക, മരണത്തിന് എപ്പോഴാണ് കീഴടങ്ങുക എന്നറിയില്ല, അതുകൊണ്ട് അവസാനമായിട്ട് അവളുടെ മകനെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ്. അവളെ ഒരിക്കലും ഞാൻ അവകാശമോ അവളെ പിടിച്ചു പറിക്കാനൊന്നിനും വന്നതല്ല, അവളെ ഒരു നോക്ക് അവനൊന്ന് അവസാനമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അവനില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല, നിങ്ങളൊന്നും മനസ്സിലാക്കും, ഞാൻ എന്താ അവനോട് പോയി പറയേണ്ടതെന്നൊക്കെ പറയണ്ടേ. എന്തായാലും നമ്മുടെ മാമച്ചൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ തരും, എന്തായാലും ഞാൻ അവളെ കൊണ്ടൊന്ന് കാണിക്കാമെന്നൊക്കെ പറയുന്നത്. ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.